ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നിപ്പം നാട്ടിൻപുറത്തെ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. രസകരമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. മറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന ഐറ്റംസ് ഒന്നും ഇന്നിവിടെ ചെയ്തിട്ടില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് മുരിങ്ങയില ഒടിക്കുകയാണ്. മുരിങ്ങ തോട്ടി കെട്ടി ഇത് ഒടിച്ചൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് കറികളൊക്കെ വയ്ക്കാനായിട്ട്. അതിന് വേണ്ടി നമ്മൾ ഒരു തോട്ടിയൊക്കെ കിട്ടി വളരെ പാടാണ്. കുറച്ച് ഉയരമുണ്ട് മുരിങ്ങയ്ക്ക്. കിട്ടുമെന്നറിയത്തില്ല. മുരിങ്ങ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അധികം വിലൊന്നും കിടക്കണ്ട, പെട്ടെന്ന് തന്നെ ഇത് ഒടിഞ്ഞു പോകും. അത് ഒടിഞ്ഞ് താഴെ വന്നത് കമ്പൊക്കെ. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഇലയൊക്കെ ഒടിച്ചെടുത്തിട്ട് നേരെ അത് കറി വെക്കണം. അവർ കറി വെച്ചോളും. കൂടെ 2-3 ആൾക്കാരുണ്ട്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രഷ്, വളമൊന്നും ചെയ്തിട്ടില്ല, ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല ഫ്രഷ് നാടൻ മുരിങ്ങയില. ഇത് കറി വെക്കാനായിട്ട് കൊടുത്തിട്ട് വേണം ഇനി അപ്പുറത്ത് വേറെ കുറച്ച് വർക്കുകളുണ്ട്. ഇതെല്ലാം എടുക്കണം. ഒരു രസകരമായ സ്ഥലമാണിത്. കുറച്ചൊക്കെ കാടുകളാണ്. കണ്ടോ, നല്ല മുരിങ്ങയില. ഇത് നമുക്കിവിടെ കൊടുത്തിട്ട് പോകാം. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതിന് ബാക്കി അവർ ചെയ്തോളും. കഴുകി വൃത്തിയാക്കി അവരത് കറിയൊക്കെ വെച്ചോളും. കൂടെ വന്ന ആൾക്കാർ ചെയ്തോളും. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഞാനൊരു വലിയൊരു തോട്ടിയെടുത്ത് പൊക്കുവാണ്. തേങ്ങ ചെത്തിടാനുണ്ടത്. നല്ല വെയിറ്റാണ്. കുറച്ച് ലെങ്ത് കൂടുതലാണ്. അതായത് തെങ്ങിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. തെങ്ങിന് തോട്ടിയെടുത്ത് പൊക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് മരത്തേ കയറാൻ പറ്റില്ല. എനിക്കിത് പറ്റില്ല. മടുത്തു. തോട്ടി നിവർത്തിയിട്ട് തന്നെ മടുത്തു. എങ്ങനെയാലും ഇനി ഒന്നുകൂടെ ഇത് പൊക്കി ചെത്തിയിടാം. നോക്കട്ടെ. രക്ഷോട്ട് കുറച്ച് ചാടി. മടുത്തു. വെയിറ്റ് ചെയ്യാം. ഇനി ഇവിടെ കൊണ്ട് തേങ്ങ വീണു. അതാരണം രക്ഷോട്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. നല്ല വെയിറ്റായിരുന്നു തോട്ടിക്ക്. ഇവിടെ കിടക്കണം. ഒരെണ്ണം നമുക്ക് എടുത്ത് പൊതിച്ച് നോക്കാം. ഒരു തേങ്ങ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ചെറിയ തേങ്ങയാണ്. വളരെ കഷ്ടപ്പെട്ട് ഇത്ര ബുദ്ധിമുട്ട് നമ്മൾ പറിച്ചെന്ന് പറഞ്ഞാലും അടുത്ത് നമുക്ക് ഒരു തേങ്ങ ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പൊതിച്ച് നോക്കാം. ഉണങ്ങിയിരിക്കുന്നതാണ്, പോരുന്നില്ല. ഇതാണ് ഇവിടുത്തെ തേങ്ങയുടെ നിലവാരം. തേങ്ങ നമ്മളിപ്പോൾ തോട്ടി ചെത്തി ഇട്ടത് കൊണ്ട് മടുത്ത് ഞാൻ. എന്നാലും നമുക്ക് നോക്കാം. ഒരെണ്ണം പൊതിച്ച് നോക്കാം. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ തേങ്ങ. ഒരു കറിക്ക് പോലും തികയില്ല. ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാം. ഇതാണ് ആത്തമരം. ആത്തച്ചക്ക എന്ന് ചില നാട്ടിൽ പറയും. നല്ല അടിപൊളി ആത്തച്ചക്ക എടുക്കുന്നു. നമുക്കത് പറിച്ചെടുക്കാനുള്ള ഇവർക്ക് കൂടെ വന്നവർക്ക് ഇതെല്ലാം വേണമെന്ന് ഭയങ്കര ഇഷ്ടം, ഭയങ്കര താല്പര്യം. ഇത് ഞാനത് എങ്ങനെയാലും ഏണിയൊക്കെ വെച്ച് മുകളിൽ എങ്ങനെ കയറി നമുക്കിത് പറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മുകളിലെത്തി. അയ്യോ, കുലുങ്ങുമ്പോൾ നമുക്കൊരു എന്നാലും ഒരു ഭയം പോലെ. താഴേക്ക് നോക്കുമ്പോൾ അയ്യോ. ഇതാണ് ആത്ത. ഞാൻ ഏതൊക്കെയാലും നേരിട്ട് പറിക്കാൻ പോവുകയാണ്. താഴെ വീഴാതെ പറിച്ചെടുക്കാനായിട്ടാണ്. ആത്തച്ചക്ക നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. പറിച്ചെടുക്കാം. അയ്യോ, പോരുന്നില്ല. ഇതാണ് നല്ല ഫ്രഷ്. ഇത് അവന്മാർ വന്ന് കടിച്ചിട്ട് പോയി. വവ്വാലിൻ്റെ പണിയാണ്. അവന്മാർ വന്നത് കടിച്ച് പകുതിയാക്കി വെച്ചിട്ട് പോയിരിക്കുക. താഴെ ഞാൻ കണ്ടപ്പോൾ ഓർത്തത് നല്ലതായിരിക്കും. അവർക്കും കഴിക്കണ്ടേ. അതാണ് പക്ഷികൾക്കും മറ്റ് ഇതുപോലുള്ള ജീവികൾക്കെല്ലാം കഴിക്കാനായിട്ട് അതവിടെ കിടക്കട്ടെ. മുഴുവൻ ഏതൊക്കെയാലും ഞാനതൊക്കെ പറിച്ചെടുക്കുന്നില്ല. അയ്യോ, പോരുന്നില്ല. നല്ല ടൈറ്റാണല്ലോ ഇത് കമ്പിന്. പോരുന്നില്ല.
അത്രയ്ക്ക് ടെമ്പർ ബലമാണ് ഇതിന്. അയ്യോ പോരുന്നില്ല. ഞാനത് വെറും സിമ്പിളായിരിക്കുമെന്ന്. ഏതൊക്കെയാലും ഇത്രയും നമുക്ക് കിട്ടി. ആത്തച്ചക്ക ഇത്രയും കിട്ടി. ഞാൻ എല്ലാം കൂടെ ആത്തയുടെ തന്നെ ഇല ഇട്ടിട്ട് അതിന് മുകളിലൊന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ്. 10-50 കാണും എല്ലാം കൂടെ. നല്ല ടേസ്റ്റാണ്. ഞാനത് പലപ്പോഴും ഇത് കഴിച്ചിട്ടുണ്ട്. നമുക്കൊരെണ്ണം മുറിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ആഹാ ആഹാ, നല്ല സൂപ്പർ ഫ്രഷ്. ഇതാണ് ആത്തക്കയുടെ ഉൾവശം, കണ്ടോ. ഇനിയിപ്പോൾ സമയം കുറച്ചധികമായി. ഇനി നാട്ടിൻപുറത്തെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതായിരിക്കും. തൽക്കാലം ഇതുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഇതാണ് നാട്ടിൻപുറത്തെ ഞങ്ങളുടെ കാഴ്ചകൾ ഒരു ഭാഗം. ഓക്കെ.